പെരുമഴയായിട്ട് ചടഞ്ഞുകൂടി ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മേക്ക് ഓവർ വീഡിയോ അങ്ങ് സെറ്റാക്കാമെന്ന്. ഈ മേക്ക് ഓവർ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രാന്തിലൊരു പരിപാടിയാണെന്നല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റൂം മേക്ക് ഓവറാണ്. അപ്പോൾ അതിൽ കുറച്ച് ടിപ്സും കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് എങ്ങനെയാണ് നല്ലതാണെന്നുള്ള അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ വൃത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത് ചവരിൽ വാടിയിലുള്ള സാധനങ്ങൾ മൊത്തം എടുത്തിടാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ കൂട്ട. നിങ്ങളൊക്കെ നാട്ടിൽ ഇതിനെ കൂട്ടാന്നാണോ വട്ടീന്നാണോ എന്താ പറഞ്ഞത് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം സാധനം ജംഗമ വസ്തുക്കളൊക്കെ ഇതിലേക്ക് തട്ടി കർട്ടൺ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു പൈപ്പ് PVC പൈപ്പാന്ന് വാങ്ങിയിട്ടുള്ളത്. ആ കർട്ടൻ്റെ സ്റ്റിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വിട്ടുപോയതല്ല, 2 വീലർ എടുത്തിട്ട് പോയതുകൊണ്ട് അത് കുന്തെങ്ങനെ പിടിച്ചിട്ട് വരാനൊരു മടിയായതുകൊണ്ട് സ്റ്റിക്ക് ഞാൻ വാങ്ങിയില്ല. പിന്നെ എനിക്ക് തോന്നിയതൊരു അബദ്ധമായി. പൈപ്പിനേക്കാളും ശരിക്കും ബെറ്റർ എന്ന് പറഞ്ഞാൽ ആ സ്റ്റിക്കാണ്. അതിന് മീറ്ററിന് വില വരുന്നത് 75 രൂപയാണ്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി അതായത് നല്ലത്. അപ്പോൾ ഏതായാലും ഇത് വാങ്ങിയ സ്ഥിതിക്ക് അല്ല പൈപ്പ് അത് വാങ്ങാത്ത സ്ഥിതിക്ക് പൈപ്പിൽ വെച്ച് തന്നെ ഞാൻ കർട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു. സ്റ്റിക്കിന് മാറ്റി പിന്നെ എനിക്ക് ചെയ്യണം. അതാണ് കർട്ടനിന് സ്റ്റിക്ക് ഇടുന്നതാണ് ബെറ്റർ. നല്ല ഭംഗി കാണാൻ അത് തന്നെയാണ് കേട്ടോ. പൈപ്പ് അങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയും ചെറിയൊരു വളവൊക്കെ വരും നമ്മൾ കർട്ടൻ ഇടുന്ന സമയത്ത്. പിന്നെ കർട്ടൻ്റെ ഹുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് 1-ന് 20 രൂപയാണ്. അപ്പോൾ ഒരു 6 എണ്ണം ഞാൻ വാങ്ങി. അപ്പം കൊട മറ്റേ പിക്ചർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റി. പിന്നെ ഫസ്റ്റ് പൊടി തട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. പെയിൻ്റൊക്കെ അടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിന്. പക്ഷേ നമ്മൾ റെൻറ്റിനാണല്ലോ നിൽക്കുന്നത്. അത് മാത്രമല്ല ഭയങ്കര ഒരു ചോർച്ചേൻ്റെ പ്രശ്നമുണ്ട് അടുക്കളയിലെല്ലാം. അപ്പം നമ്മൾ ഇവിടുന്ന് മാറാനുള്ളൊരു പ്ലാനിലാണ്. അതിൻ്റെ ഇടയിൽ പെയിൻറ്റിങ് കാര്യം കൊടുത്താൽ ശരിയാവില്ല, പിന്നെ നടക്കൂല. ഇപ്പം എല്ലാ ഹൗസ് ഓണറും ഒരേപോലെ അല്ലല്ലോ. അപ്പോൾ ഇല്ലതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വൃത്തിയാക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് മാറും എന്ന് വിചാരിച്ച് നമ്മൾ വൃത്തിയാക്കാണ്ടിരിക്കുന്നതിന് ശരിയല്ലല്ലോ. എനിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ റൂമൊക്കെ ഒരുക്കി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അങ്ങനെ നല്ല രീതിയിൽ ഒരുക്കി വെച്ച് കാണുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു ഇത് ഫീൽ വരും നമുക്ക്. അല്ല റൂമിലേക്ക് കയറുമ്പോഴും ജസ്റ്റ് നമ്മൾ മൈൻഡ് ഒന്ന് ഫ്രഷ് ആയിരിക്കാനല്ലോ ഈ റൂം വൃത്തിയായിട്ടിരിക്കുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യലുണ്ട്. എനിക്ക് മുമ്പേ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ സെറ്റാക്കുന്നത്. അപ്പോൾ ആദ്യം എന്ന് വെച്ചാൽ അതൊക്കെ സാധനങ്ങൾ എടുത്ത് മാറ്റി, പിന്നെ പൊടി വണ്ണാമ്പലൊക്കെ തട്ടി, വണ്ണാമ്പല മീൻസ് മാറാല. അത് കഴിഞ്ഞിട്ട് ഇത് ജനലിൻ്റെ കമ്പിയൊക്കെ തുണി വെച്ചിട്ട് കുറച്ച് നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചു. മുകളിലെ പിക്ചറൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അതൊക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടാവുന്നില്ലോണ്ട് ഈ ചുമരിലെ ചളി ഒരു വൃത്തിയോടെ തന്നെയാണ് ഇപ്പോൾ വീഡിയോയിലെല്ലാം കാണുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഈ ഡിഷ് വാഷ് ലിക്വിഡ് കലക്കിയ വെള്ളം ഉണ്ടല്ലോ, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ബെഡ്റൂമിൽ ചെയ്ത ആ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ ചളി പോവാത്ത പോലെ ഉണ്ട്. പക്ഷെ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. ഒരുപാട് ചളിയിലൊന്നും അങ്ങോട്ട് മാറിയിട്ട് നമുക്ക് കിട്ടൂല കേട്ടോ. എന്നാലും ഒരുവിധമൊക്കെ നമുക്ക് ഒപ്പിക്കാന്നല്ലാണ്ട് ആ ജനലിൻ്റെ താഴെയില്ല അതൊക്കെ നല്ല വൃത്തിയിൽ ക്ലീൻ ആയിട്ട് പോയിട്ടുണ്ടായിനെ. അപ്പോൾ ഇങ്ങനെ ചളി പോവാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് എല്ലാം ഇങ്ങനെ വെച്ച് കസേരയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് അതൊരു വൃത്തിയോടെ പോലെ കാണുന്നു. അപ്പോൾ ഞാൻ അതിന് ചെറിയൊരു ട്രിക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ടിപ്സ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് ലാസ്റ്റ് പറയാം. ഈ മഴയത്ത് ഒരു പൂപ്പലിൻ്റെ സംഭവം എല്ലായിടത്തും വന്ന് പിടിക്കും. അതൊരു വൃത്തിയോടെ തന്നെയാണ് കാണാം. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ശരിക്കും നനഞ്ഞ തുണിയല്ല കേട്ടോ ഉപയോഗിക്കേണ്ടത്, ഡ്രൈ ആയിട്ടുള്ള തുണി വെച്ച് ചെയ്യുന്നത് നല്ലത്. ഇതാണ് ആ ഹുക്ക്. ഞാൻ കർട്ടന് പൈപ്പ് വെക്കാൻ വേണ്ടി വാങ്ങിയില്ല, അത് ഇതാട്ടോ. ഇത് ഞാൻ 2 ദിവസമായിട്ടാണ് ഈ റൂമിൻ്റെ ചെയ്തത്. കാരണം ഞാൻ ആദ്യം വെച്ച് ആ ഒരു കർട്ടൻ്റെ തുണിയല്ല, അത് പഴയ ബെഡ്ഷീറ്റ്, അത് വൃത്തിയില്ല കാണാൻ ശരിക്കും പറഞ്ഞാൽ. അപ്പം എനിക്ക് വാങ്ങണം എന്നൊക്കെ പൈസ കൊടുത്ത് നമ്മൾ നല്ല കർട്ടനൊക്കെ വാങ്ങിയാൽ പിന്നെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറുമ്പോൾ ഒന്ന് അളവ് കറക്റ്റ് ആയിരിക്കില്ലല്ലോ. അപ്പം ഇതിന് നമ്മൾ അത് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ പിന്നെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറുമ്പോൾ അത് വേസ്റ്റ് ആയി പോകും. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും കയ്യിലില്ലത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പുറത്തിട്ടിട്ടുണ്ടായിരുന്നത്. അത് തീരെ വൃത്തിയില്ല വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട്. ഇതാണത്. അപ്പോൾ എനിക്കിത് വെച്ചിട്ടാകുമ്പോൾ തൃപ്തി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിട്ട് മാറ്റി. അപ്പോൾ മോളെ ചെലങ്ക ഞാൻ പഴയ സ്ഥലത്ത് തന്നെ വെച്ചു. ഉടനെ ആദ്യം ഉണ്ടായിന്. അപ്പോൾ ക്ലീൻ ആക്കിയിട്ട് ഞാൻ അവിടെ തന്നെ അത് വെച്ചു. പിന്നെ ഞാൻ ഭഗവാന്റെ പിക്ചറിൽ ഒരു കാര്യം ചെയ്തു കൊണ്ടിട്ടുണ്ട്. ദേഷ്യം പുറക്കായാലും ഒറ്റമൂലിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യണം. ഞാൻ തൽക്കാലം ഇങ്ങനെ ചെയ്ത് വെച്ചു. നല്ല പവർഫുൾ വേർഡാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. കോപത്തിൻ്റെ ഒരു നിമിഷം ക്ഷമിക്കാൻ സാധിച്ചാൽ ദുഃഖത്തിൻ്റെ 1000 നിമിഷങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും.
അപ്പോൾ എല്ലാവരും കാണുക ഇതൊന്ന് തൂക്കിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇത് ചെയ്തുകൊണ്ടെന്ന് അങ്ങനെയാണ്. ഇനിയിപ്പോൾ അത് ഫ്രെയിം ചെയ്യണം എനിക്ക്. പിന്നെ ഇത് ഞാൻ ചെയ്ത പിക്ചർ തന്നെയാണ്. അക്രിലിക് പെയിൻറ്റിൽ ക്യാൻവാസിൽ ചെയ്ത പിക്ചറാണ് കാണുന്നത്. അതും ഈ ബുദ്ധൻ്റെതും ഞാൻ ചെയ്തതാണ്. കഥകളി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ. അപ്പം ഇത് മൂന്നും എനിക്ക് തോന്നി ഇങ്ങനെ ഒരുമിച്ച് സെറ്റാക്കാം. അത് മുന്നേ വേറെ സ്ഥലത്തായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ അടുത്ത ദിവസം ചെയ്തതാട്ടാ. നിങ്ങൾ കഴിഞ്ഞ ക്ലിപ്സിൽ കണ്ടല്ലോ, വേറെ ഡ്രസ്സാണ്. ഇതെൻ്റെ സാരി മുറിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. എൻ്റെ പുതിയ സാരിയാണ്. പക്ഷെ ഇതിൽ അത്ര ഭയങ്കര രസമൊന്നും കാണുന്നില്ല. ഈ വൈറ്റ് അത്ര രസം കാണുന്നില്ല. പക്ഷേ നേരിട്ട് വലിയ കുഴപ്പമില്ല. വീഡിയോയിൽ അങ്ങനെ ഭയങ്കര സ്റ്റൈൽ കാണുന്നില്ല. അപ്പോൾ പിന്നെ സോഫ സെറ്റൊന്നും ഇല്ലാത്തവർക്കാണ് ഈ ഒരു കസേര വെച്ചിട്ട് നമുക്ക് എത്ര നീറ്റായിട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ സോഫയൊന്നും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ റെൻറ്റിന് താമസിക്കുന്നവർക്ക് ഇതുപോലെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഉള്ളത് വെച്ച് എങ്ങനെ ഓണം പോലെ ആക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ശരിക്കും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ ടീപ്പോയുടെ മുകളിൽ ഒരു ഷോൾ ഇട്ട് കൊടുത്തു. മണി പ്ലാന്റ് പിന്നെ നിർബന്ധമാണല്ല, മണി പ്ലാന്റ് ഇല്ലാതെ ഒരു പരിപാടിയില്ല. മണി പ്ലാന്റ് എൻ്റെ ജീവനാണ്. അപ്പോൾ ഇത്രയും സംഭവമാണ് ഞാൻ ഇപ്പോൾ മാറ്റി ചെയ്തിട്ടുള്ളത്. വീഡിയോയുടെ ആദ്യ ഭാഗം പോയി നിങ്ങൾ നോക്കുക, എന്നിട്ട് ലാസ്റ്റ് ഞാൻ സെറ്റ് ചെയ്തതും കൂടെ നോക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഇനിയിപ്പോൾ ഈ വൈറ്റ് അങ്ങനെ രസം കാണുന്നില്ലല്ലോ. ഞാൻ അതിന് പെയിൻറ് ചെയ്യാൻ എന്തെങ്കിലും നല്ല ഡിസൈൻ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് പിന്നെ ഞാൻ ചെയ്യും. അത് ഫ്ലവറിൻ്റെതോ എന്തായാലും എനിക്കതിൽ ചെയ്ത് കൊടുക്കണം. കർട്ടൻ നല്ലപോലെ നിൽക്കണമെങ്കിൽ ഒരു സാരി, ടോട്ടൽ 2 സാരി ചെയ്യേണ്ടി വരും. ഇതിപ്പം ഇങ്ങനെ ആകുമ്പോൾ വലിയ രസം കാണുന്നില്ല. അപ്പം നല്ല ഇങ്ങനെ കൂടി തുണി നിൽക്കുന്നതാകുമ്പോൾ രസം കാണാം. പിന്നെ അപ്പോൾ ഉള്ളത് വെച്ച് ചെയ്ത സംഭവം ഇതാണ്. ഇതുപോലെ കസേരയിൽ ഒരു കുഷ്യനും കൂടി ഇട്ട് കൊടുത്താൽ കാണാൻ വൃത്തിയുണ്ടാവും. അപ്പോൾ സോഫ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉള്ളത് വെച്ച് ഓണായില്ലേ, അതാണ്. എനിക്ക് വീണയുടെ വിഷ്ണു ലോകമാണ് കേട്ടോ. ഇതില്ല അങ്ങനെയൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ നമുക്ക് എത്ര ബെറ്ററായിട്ട് നിൽക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് നിൽക്കുക. നമുക്ക് കഴിയുന്ന രീതിയിൽ നല്ല രീതിയിലാക്കിയിട്ട് നമ്മളെ മനസ്സിനെ ഹാപ്പിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് എൻ്റെ ഒരു പോളിസി. ഞാൻ ടിപ്സ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ആ ചുമരിന് കണ്ടല്ലോ ആ ചളി, ആ ഒരു വര, അതൊരു വൃത്തികേട് തന്നെയാണല്ലേ. അപ്പോൾ പെയിൻ്റ് അടിച്ചാൽ എന്തായാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് പറയുമോ, അത് മറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു പഴയ തുണി അത്രയും ഭാഗം അത്രയും ഭാഗം ആ ചളി കാണുന്നില്ലേ, കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ തുണി അത് ഒട്ടിച്ച് വെച്ചിട്ട് ഞാനത് ചുവരിലടിച്ചു വെച്ചു. അപ്പം ഭയങ്കര സംഭവമൊന്നുമല്ല, എന്നാലും ആ ചളി കാണുന്നതിൽ നിന്നും ഒരു രക്ഷപ്പെടൽ. നേരത്തേക്കാളും കുറച്ച് വൃത്തിയുണ്ട്. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കണ്ട ആ കഥകളിൻ്റെ പിക്ചർ വരുന്ന തായും അതേ ചളിയുണ്ട്. ഞാനത് ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ കറണ്ട് പോയ സമയത്ത് എടുത്ത വീഡിയോ ആട്ടോ ഇത്. കറണ്ട് ഉണ്ടായിട്ട് ആ സമയത്ത്. അപ്പോൾ അതിന് ആ സൈഡിലും എനിക്ക് നല്ല നീറ്റിൽ ചെയ്ത് നോക്കുന്നുണ്ട്. തട്ടിക്കൂട്ട് ചെയ്തതാണ്. അങ്ങനെ ഇതേപോലെ തുണി വെച്ചിട്ട്. അപ്പോൾ പെയിൻ്റ് അടിക്കേണ്ട, ഇത് ചെയ്താൽ മതി. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അതൊക്കെ കാണുന്നെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പതിവ് പോലെ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരയ്ക്കും വണക്കം. ബൈ. അച്ചു.